ഗോത്രവർഗക്കാരായിരിക്കുന്ന അമേരിക്കൻസ്, അതായത് യൂറോപ്യൻസൊക്കെ വരുന്നതിന് മുന്നേ ഉള്ള അമേരിക്ക, അവരുടെ വിശ്വാസം എട്ടുകാലി സ്പൈഡർ എന്നാൽ അവരുടെ അമ്മുമ്മമാരാണ്, ഗ്രാൻഡ് മദേഴ്സ് ആണ് എന്നൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ട്. ഭൂതകാലവും ഭാവിയും തമ്മിലുള്ള ഒരു ബന്ധം തുന്നിച്ചേർക്കുന്നു എന്നാണ് ഇവരുടെ വിശ്വാസം. മാത്രവുമല്ല, ഈ ചെലന്തി വല അത് ജീവിതത്തിൻ്റെ ആശയങ്ങളെ, സ്വപ്നങ്ങളും ആശയങ്ങളും തമ്മിൽ തുന്നി എടുക്കുന്നു. അതാണ് ഈ ചെലന്തി വല. മാത്രവുമല്ല, ഈ ഇച്ഛാശക്തിയും വിധിയും തമ്മിൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ്, ഒരു സന്തുലിത അവസ്ഥ സൃഷ്ടിക്കുന്നു എന്നൊരു ആശയം ചെലന്തിക്ക് കൊടുത്തിട്ടുണ്ട്. ചെലന്തി എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ സൗഭാഗ്യമായിട്ട് കാണുകയും ചില രാജ്യക്കാർ ചെലന്തിയെ മനഃപൂർവ്വം അവരുടെ വീടുകളിൽ വളർത്താറുണ്ട്. വലിയ ചെലന്തിയുണ്ട്. മാത്രമല്ല, മുട്ടയിൽ നിന്ന് പരിണാമത്തിലൂടെ ആണല്ലോ ചെലന്തിയായിട്ട് പിന്നീട് ജീവിക്കുന്നത്. എങ്കിൽ അതിന് ഉൾക്കാഴ്ച, ക്രിയാത്മകത ഉണ്ടെന്നുള്ളതാണ് ഈ ചെലന്തിയെ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ രീതി അനുസരിച്ച് ചെലന്തി വല നെഗറ്റീവാണ്. നമ്മൾ ചെലന്തി വല എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ദാരിദ്ര്യമാണ്, നിഷേധമാണ്. അപ്പോൾ നമ്മളത് അനുവദിക്കില്ല. കാരണം അവിടെ വൃത്തിയില്ല, ക്ലീൻലിനെസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ചെലന്തി വല അനുവദിക്കില്ല. അപ്പം ചെലന്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പൂർവ്വകാല സ്മരണ, ഇപ്പം നമ്മൾ ഈ ഒത്തിരി പഴയ വീടുകൾ അല്ലെങ്കിൽ പഴയ സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെയെല്ലാം ഈ ചെലന്തി വല പിടിച്ചു കിടക്കുന്ന കാണാം. അപ്പോൾ ആ പഴമയാണ് സൂചിപ്പിക്കുന്നത്, ഓൾഡ്, പഴമ. അപ്പോൾ അങ്ങനെ പാസ്റ്റ് മെമ്മറീസ്, പാസ്റ്റ് ഓർമ്മകൾ അയവിറക്കാൻ നമ്മെ സഹായിക്കുന്നു എട്ടുകാലികൾ. മെമ്മറീസ്, ഓർമ്മകൾ. അപ്പോൾ ജീവിതത്തിൻ്റെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സ്മരിക്കണം. മോശമായിട്ടുള്ളത് മറക്കുകയും നല്ലതായിട്ടുള്ളത് മറക്കാൻ പാടില്ല. സ്മരണ ഉണ്ടാവണം. അത് ആരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നന്ദി സമർപ്പണം, ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും കൃതജ്ഞത, അതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിലന്തി വല. അപ്പോൾ ജീവിതത്തിൻ്റെ സങ്കല്പങ്ങളെ, ആശയങ്ങളെ തുന്നി ചേർക്കുന്ന അവസ്ഥ, അതാണ് ചിലന്തി വല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്മ മറക്കരുത്, തിന്മ മറന്നേക്കണം. ഇപ്പോൾ ആർക്കെങ്കിലും നമ്മളൊരു നല്ലത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് അന്നേരം തന്നെ ചെയ്തു കൊടുത്തേക്കണം. പക്ഷെ ആർക്കെങ്കിലും മോശം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ദിവസങ്ങളോളം തള്ളി 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 മാറ്റണം. പിന്നെ നിങ്ങൾ ആ മോശം ചെയ്യില്ല. അതാണ് അതിൻ്റെ സയൻസ്, അതാണ് അതിൻ്റെ ശാസ്ത്രം. അപ്പോൾ എട്ടുകാലി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രകൃതിയിലുള്ള ഓരോ
ജീവജാലങ്ങൾക്കും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോന്നും നമുക്ക് ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോ സന്ദേശം ഗുണപാഠമായിട്ട് നൽകുന്നുണ്ട്. വിവേകപൂർവം നമ്മൾ ഓരോന്നിനെയും മനസ്സിലാക്കി എടുക്കുക. അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ നന്മയും നല്ലതും നമുക്ക് സ്മരിക്കാം. നന്ദി.